കമ്പനിക്ക് വേണ്ടി രാവും പകലും ഇല്ലാതെ ഉറക്കൊഴിഞ്ഞ് കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ട് അവസാന നിമിഷത്തിൽ കറിവേപ്പില പോലെ എടുത്ത് എറിയാന്ന് പറഞ്ഞ അപ്പൊ നിന്റെ അടുത്ത് കളഞ്ഞ അവിടെന്ന് കളഞ്ഞില്ല. പക്ഷെ ഈ പോക്കാണെങ്കിൽ അധികം വൈകാണ്ടെടുത്ത് കളയും. അതിനു മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങ് റിസൈൻ ചെയ്യണം. അതാണ് മാസ്. ആ മാസ് എന്റെയും ചെയ്യും இல்லையா? அது மட்டுமா? அந்த ஆளு உனக்கு லீவே கொடுக்கல. 5 வருஷம் முடிச்சிட்டு தானே நீங்க வந்த. அது நினைச்சு நினைச்சு என்னோட லெச்சு எவ்வளவு வாட்டி அழுதிருக்கா. അതിപ്പോ സ്വാഭാവികമല്ലേ ആന്റി? അത് മാത്രമല്ലെന്നേ, ഗൾഫിൽ പല മേഖലയിൽ വർക്ക് ചെയ്തോണ്ടിരുന്നവരെ കഴിഞ്ഞ 5 വർഷം കൊണ്ട് പറഞ്ഞു വിട്ടോണ്ടിരിക്കുകയല്ലേ. അതും തൊഴിൽ നിയമങ്ങൾക്ക് ഒരു പ്രാധാന്യം കൊടുക്കാതെ. ആ അറബാബുവിനോടൊക്കെ ദൈവം ചോദിച്ചോളൂ. അതൊക്കെ ശരിയാണ്, സമ്മതിച്ച്. പക്ഷെ ഇവന്റെ കമ്പനിയിൽ നിന്നും കുറെ ആൾക്കാരൊക്കെ പറഞ്ഞു വിട്ടിട്ടും ഇവനെ പറഞ്ഞു വിട്ടില്ലല്ലോ അമ്മൂമ്മേ. മാത്രല്ല പ്രമോഷനും കൊടുത്ത്. അപ്പോ നമ്മളിങ്ങനെ എടുത്തിയാടി തീരുമാനിക്കുന്നത് മോശമല്ലേ? സത്യം പറഞ്ഞ ലച്ചു, എനിക്ക് ദുബായ് ലൈഫ് മടുത്തു. നമ്മുടെ കല്ലൂസും പാറൂസും ഒക്കെ നമ്മുടെ കൺമുന്നിൽ വളരുന്നത് കാണാനല്ലേ നമ്മളൊക്കെ ആഗ്രഹിക്കത്തുള്ളൂ. അതിൽ കൂടുതൽ ഭാഗ്യമൊക്കെ ദുബായ് പോയി കഴിഞ്ഞാൽ കിട്ടുമോ? അത് മോൻ പറഞ്ഞത് ശരിയാ. അച്ഛന് അച്ഛൻ തന്നെ വേണം, അമ്മയ്ക്ക് അമ്മ തന്നെ വേണം. ലച്ച് സന്തോഷായില്ലേ? ചേച്ചി, ഞാൻ സത്യം പറയട്ടെ. എന്താ? ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് അളിയൻ ഇനി തിരിച്ചു പോകണ്ടാന്ന്. ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു. அது அப்படிதான். சின்ன குழந்தைங்க பிரார்த்தனை செஞ்சா கடவுள் சீக்கிரம் கேட்பாரு. എന്റെ ചേച്ചിയുടെ സന്തോഷമാണ് എനിക്ക് വലുത്. ചേച്ചി, ഞാൻ വേറെന്തെങ്കിലും പ്രാർത്ഥിക്കണോ? മക്കൾ ഇത്രയും പ്രാർത്ഥിച്ച അളിയന്റെ പോക്ക് മുടക്കി തന്നല്ലോ, സന്തോഷമുണ്ട്. സിദ്ധു, നീ നിന്റെ ഇഷ്ടപ്രകാരം അവിടെ നിന്ന് ഇറങ്ങി പോരുമ്പോഴേ അവിടെ നിന്ന് കിട്ടാനുള്ള ആനുകൂല്യങ്ങളൊക്കെ കിട്ടും. ആനുകൂല്യങ്ങൾ കിട്ടാൻ നമുക്ക് ശ്രമിക്കാം. ഇനിയിപ്പോ അവര് തന്നില്ലെങ്കിൽ നമുക്കതങ്ങ് മറക്കാം. ആ, അതാണല്ലേ കറക്റ്റ്. ലൈഫിൽ വലിയ വലിയ സന്തോഷങ്ങൾ വരുമ്പോഴത്തേക്കും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അങ്ങ് വിട്ട് കളയണം, അങ്ങ് പോട്ടത്. മക്കളെ ഏതൊരു കൂട്ടുകാരിനെ കാണാൻ പോണെന്നൊക്കെ പറഞ്ഞിട്ട് പോണില്ലേ? എവിടെ പോണി? ഏത് കൂട്ടുകാരി? എന്റെ അളിയൻ ഗൾഫിൽ പോകേണ്ടി ഇവിടെ നിൽക്കുമ്പോ ഞാൻ എവിടെ പോവാൻ? ഓക്കെ, സൈലൻസ് പ്ലീസ്. ഇനി മുന്നോട്ടേക്കുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് അതിനെ പറ്റി ചിന്തിക്കണം. എന്ത് കാര്യം? അല്ല, മുന്നോട്ടുള്ള എന്ത് കാര്യം? അല്ല, വിഷമിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്നേ. സിദ്ധുവിന്റെ ഷെയർ കിടപ്പുണ്ട്. പോരാത്തതിന് സിദ്ധു സ്ഥലമൊക്കെ മേടിച്ചിട്ടില്ലേ, പിന്നെന്താ? അല്ല, അതില് കുറച്ച് കടവും കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട്. സോ വാട്ട്? ഈ വീടിന്റെ ഷെയർ ചേച്ചിയുടെ പേരിലല്ലേ? പിന്നെന്ത്? പിന്നെ ലച്ചു പടവലത്തിന് ഷെയർ കിട്ടൂലേ? നമുക്കേ കിട്ടണല്ല, ലച്ചുവിനെങ്കിലും കിട്ടട്ടെ. അതെന്തൊരു വർത്തമാനോ ഗൗരി പറഞ്ഞത്? ഉള്ള കാര്യമല്ലേ പറഞ്ഞത്. എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഇല്ല ഇല്ല, ഞാനൊന്നും പറഞ്ഞില്ല. ആ, சிது, நீ இங்கே போக வேண்டாம், இங்கே இரு. அதான் எங்களுக்கு எல்லாருக்கும் சந்தோஷம். അത് തന്നെ. ഉള്ള സ്വത്തൊക്കെ വിറ്റ് തൊലച്ച് നമുക്ക് ഇവിടെ തന്നെ ജീവിക്കാം. ചേച്ചി, എന്ത് വർത്താനോ അത്? അളിയ ടെൻഷൻ അടിക്കണ്ട അളിയാ. ബാങ്ക് അക്കൗണ്ടിൽ ആവശ്യത്തിന് പൈസ നടക്കുമല്ലേ, പിന്നെ എന്തിനു ടെൻഷൻ? നിനക്ക് ചെന്നൈ പോവാറായില്ലേ? എന്റെ അളിയൻ ഗൾഫിൽ പോകണ്ടെങ്കിൽ നിൽക്കുമ്പോഴത്തേക്ക് ഞാൻ എവിടെ ചെന്നൈ പോവാൻ? അതുകൊണ്ട് ഞാൻ എന്റെ ചെന്നൈ പോക്ക് 2 ദിവസത്തേക്ക് നീട്ടി വെച്ചിരിക്കുന്നു. അളിയാ, നമ്മള് പൊളിക്കാം.